ഇന്ന് നമ്മുടെ മധ്യേ തിരുവചനം സംസാരിക്കുവാനായിട്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ബിനു പീറ്റർ അവറുകൾ കടന്നു വന്നിട്ടുണ്ട്. താൻ അവിടെ ജോലിയോടുകൂടെ തന്നെ അവിടെയുള്ള ചർച്ചിൽ ശുശ്രൂഷയിൽ സഹായിച്ച് സഹശുശ്രൂഷകനായി ദൈവവേലയിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ നമ്മുടെ ബിന്നി സിസ്റ്ററിന്റെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ മധ്യേ തിരുവചനം സംസാരിക്കാനുള്ള ബിന്നി സിസ്റ്ററിന്റെ സഹോദരനാണ്. കർത്താവിന്റെ ദാസന്റെ കരങ്ങളിലേക്ക് ശേഷമുള്ള സമയം കൊടുക്കുന്നു. അടുത്ത 30 മിനിറ്റ്, അരമണിക്കൂർ കർത്താവിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാവുന്നതാണ്. കേൾക്കാമല്ലോ. ജീവനുള്ള ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാട്ടെ. അനുഗ്രഹമായ സുപ്രഭാതം. ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യ കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല നിമിഷം നന്ദി പറഞ്ഞു. വിശേഷിച്ചാൽ ഈ അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവർക്കും പ്രത്യേക സുനിൽ പാസ്റ്ററിനും രമ സിസ്റ്ററിനും ദൈവം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അല്പസമയം ഉള്ളതുകൊണ്ട് ചെറിയ സാക്ഷ്യം പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ ദൈവജനമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റോമൻസിന്റെ 8:8 29-30 അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ ആ ജീവനുള്ള വചനം അടിയുടെ ജീവിതത്തെ ക്രിയ ചെയ്തത്. അവൻ ഞങ്ങളെ മുന്നറിഞ്ഞ് മുൻനിയമിച്ച് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഞങ്ങളെ നീതീകരിച്ച് ഇപ്പൊ ഞങ്ങളെ ദൈവത്തിന്റെ മഹത്വമുള്ള ആ തേജസ്കരണത്തിലൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്ക് വിശ്വാസി വന്നെങ്കിലും ഇന്ന് 2 സഹോദരിമാര് രക്ഷപ്പെട്ട് അവരാണ് മുസ്ലിം ആദ്യം വിശ്വാസം വന്നത്. പക്ഷെ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് പുറകില് ദൈവത്തിന്റെ ആ ഒരു പദ്ധതിയായിരുന്നു. അത് കഴിഞ്ഞ് അരുണാചൽ പ്രദേശിൽ കൊണ്ടുവരാൻ തന്നെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. 2 സഹോദരിമാര് ദൈവത്തിന്റെ വേലയില് മുഴുവൻ നേരം ദൈവത്തിന്റെ വേലയായിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ഈ ദേശത്തായിരുന്നു. ഇപ്പൊ വൈഫ് ജെസ്സി നാട്ടിലാണ്, അരുണാചൽ പ്രദേശിലാണ്. ഒരു കുഞ്ഞുണ്ട്, ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ ഞാൻ ജോലിയോട് ചേർന്ന് ഒരു സഭയില് സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ദേവദാസനെ അവിടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സഭയിൽ അനേക കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. സമയം വളരെ കുറവാണ്. എന്നാലും എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാനുള്ള അവകാശവും സമയങ്ങളും ദൈവം ഒരുക്കി തരുന്നത് ദൈവം നന്ദി പറയുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ വചനത്തോട് കടന്നു വരുന്നു. അതിനു മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ സൺഡേ സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് മൊബൈലില് സ്ക്രീൻ ഓൺ ചെയ്തിരിക്കണം. അൺമ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരും ഫേസ് കാണാൻ രീതിയിൽ ഉണ്ടായിരിക്കണം. കാരണം അത് പറയാൻ കാരണം സദൃശവാക്യത്തിന്റെ 20:12 ദൈവം നമ്മുടെ കേൾക്കാനുള്ള ചെവിയും കാണാനുള്ള കണ്ണും യഹോവയാണ് ഉണ്ടാക്കി തന്നത്, സൃഷ്ടിച്ചു തന്നത്. അപ്പൊ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനം ആ 2 രീതിയിൽ നമ്മുടെ അകത്ത് വരണം. അകത്ത് വന്നിട്ട് നമ്മുടെ ആ വിശ്വാസത്തിലാണ് നമ്മൾ പുറമേക്ക് വാഗൊണ്ട് വിളിച്ചു പറയേണ്ടത്. അപ്പൊ 2 എവിടെയും കുറവ് വന്നാൽ നമ്മൾ വിശ്വാസം വരത്തില്ല. അവിശ്വാസം നമ്മൾ ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല, കമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ വേർഡ്സിനെ കേട്ട് നമുക്ക് ദൈവം നൽകി തന്ന സ്വർഗീയ ദൂതന്മാര് അത് നിവർത്തിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ചുമ്മാതെ നിൽക്കാനുള്ള അവകാശം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പൊ നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഗ്രഹിക്കണം. ആഗ്രഹിച്ച് നമ്മളത് വിളിച്ചു വരേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇന്നത്തെ വചനത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുന്നു. എക്സോഡസിന്റെ 32, 26, 27, 28 ആരെങ്കിലും വായിച്ചു തരാമോ? പുറപ്പാട് പുസ്തകത്തിന്റെ 32-ാം അധ്യായം 26 മുതൽ 28. കിട്ടിയായിരുന്നോ? അവൻ പാളയത്തിന്റെ വാദത്തിൽ നിന്നും 32-26 മുതലല്ലേ? 26 മുതൽ. അവൻ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്,
നിങ്ങൾ ഓരോരുത്തൻ തന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിലുടനീളം വാതിൽ തോറും കടന്ന് ഓരോരുത്തന്റെ തന്റെ സഹോദരനും തന്റെ സ്നേഹിതനെയും തന്റെ കൂട്ടുകാരനെയും കൊന്നുകളയുവിൻ എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവിയർ മോശ പറഞ്ഞ പോലെ ചെയ്തു. ഏകദേശം 3000 പേർ കൊല്ലപ്പെട്ടു. പ്രൈസ് ലോർഡ്. ഈ പറഞ്ഞ വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്ന് മോശ വന്ന് പർവ്വതത്തിലേക്ക് കയറിപ്പോയ സമയം അദ്ദേഹം മടങ്ങി വരുവാനുള്ള കാലതാമസം എടുത്തപ്പോൾ താഴെ ജനങ്ങളെല്ലാം തങ്ങളെ തന്നെ വഷളാക്കിയ ഒരു സന്ദർഭമാണ്. അന്നേരം അതിന് മധ്യേ മോശ പറയുന്ന ഒരു വാക്കാണ് ഇത്. പ്രൈസ് ലോർഡ്. ഈ വാക്കിനുള്ളിൽ നിന്ന് ചില ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. നമ്മൾ ഇന്ന് ഈ അന്ത്യകാല സമയത്ത് നമ്മൾ റിവൈവലിന് വേണ്ടി വളരെ ആഗ്രഹിക്കുന്നവര്, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചെയ്യുന്നു, അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ ഒരു സുവിശേഷ വേല തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ ഒരു റിവൈവലിന് ഒരു പ്രൊസീജിയർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ 26ാമത്തെ വാക്യത്തില് അവിടെ പറയുന്ന അവിടെ വന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളാണ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ഹല്ലേലൂയ. താഴെ വന്ന് ജോഷുവ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നോണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ആ 12 ഗോത്രങ്ങൾ ആ സമയത്ത് തങ്ങളെ വഷളാക്കിയപ്പോൾ 2 പ്രത്യേക ഗ്രൂപ്പായിട്ട് തിരിയുന്നതായിട്ട് സംഭവം അവിടെ കാണുന്നത്. ഹല്ലേലൂയ. അതായത് കാരണം മോശ തിരിച്ചു വരുവാൻ താമസമായെന്ന് പ്രത്യേകം വേർഡ് ഒപ്പിക്കുന്നുണ്ട്. ഇപ്പൊ 2025 വർഷമായിട്ട് കർത്താവിന്റെ വരവ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ താമസം എന്ന് കണ്ടപ്പോൾ നമ്മുടെ മധ്യത്തിൽ തന്നെ, നമ്മുടെ ഈ വിശ്വാസത്തിന്റെ മധ്യത്തിൽ തന്നെ 2 പ്രത്യേക ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ ഒരു അവസ്ഥയും ഇപ്പോൾ നമ്മൾ കാണപ്പെടുന്നുണ്ട്. അതായത് 1:32-6 ഒന്ന് വായിച്ചാക്കോ. 32:6 പുറപ്പാടിന്റെ 32:6. പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റപ്പോൾ ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാനയാഗങ്ങൾ ഉറപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് 32-26. അതായത് ദൈവത്തിന്റെ പക്ഷത്തിലുള്ളവര്. അതായത് രണ്ട് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ദൈവത്തിന്റെ പക്ഷത്തിലുള്ളവര്, മറ്റേ ഗ്രൂപ്പ് കഴിപ്പാനും കുടിപ്പാനും കളിക്കുവാനും എഴുന്നേൽക്കുന്ന ഗ്രൂപ്പ്. ഇന്ന് നമ്മുടെ മധ്യ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളതായിട്ട് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ഞാൻ ഇന്ന് ഞാൻ പറയാൻ കാരണം അതിനോട് പറഞ്ഞ് സദസ്യവാക്യത്തിന്റെ 20-12 എടുത്തു കാണാൻ നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് ഗ്രഹിക്കുന്നു. നമുക്ക് തരുന്ന ദൈവവചനം നമ്മൾ അതിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് കർത്താവിന് യോഗ്യമായ വണ്ണം നമ്മൾ ആകുന്നുണ്ടോ ഇല്ലെന്നാണ് വചനം നമുക്ക് വരുന്നതിന്റെ മുഖ്യമായ കാരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ രക്ഷകനായ കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ കർത്താവിന് മുമ്പിൽ കാണപ്പെടുന്നതായ ഹല്ലേലൂയ ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ ഉള്ളതെന്നാണ് ഇന്നത്തെ വചനം നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഒരു ഗ്രൂപ്പ് കുടിപ്പാനും കഴിപ്പാനും കളിക്കുവാനും എഴുന്നേൽക്കുന്ന ഗ്രൂപ്പ്. ഹല്ലേലൂയ. ഈ 2 ഗ്രൂപ്പും വന്ന് അന്യജാതിക്കാരല്ല കേട്ടോ. ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് അന്യജാതിക്കാരല്ല, അവരൊന്നും കർത്താവിനെ അറിയാത്തവരല്ല. ഹല്ലേലൂയ. അവരും രക്ഷിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അവരും അവരും ഈജിപ്തിന്റെ മിസ്രൈമിലെ അടിമന്ന് പുറത്തു വന്നവരാണ്. എന്റെ ഭാഷ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ബോണഗനായവർ, വീണ്ടും ജനിച്ചവര്. ഹല്ലേലൂയ. അവരും ചെങ്കടൽ കടന്നവരാണ്. അവരും സ്ഥാനപ്പെട്ടവരാണ്. അവരും അഗ്നിത്തൂണിലൂടെയും മേഘസ്ഥലൂടെയും കടന്നു വന്നവരാണ്. അതായത് അവരും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു വന്നവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ഈ 1 കൊരിന്ത്യന്റെ 10ാം ചാപ്റ്ററിന് അനുസരിച്ച് അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വരുന്നതായ ഈ ഗ്രൂപ്പിന്റെ മധ്യയാണ് പ്രൈസ് ദി ലോർഡ് മോസസ് ഇറങ്ങി വന്ന് ഹല്ലേലൂയ താൻ വരുവാൻ താമസിക്കുന്ന ആ സമയത്തിലാണ് ഹല്ലേലൂയ ഇവരിങ്ങനെ വഷളായി പോയത്. ഹല്ലേലൂയ 2 പ്രത്യേക ഗ്രൂപ്പായി മാറിപ്പോയത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മധ്യം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ ഗ്രൂപ്പിനെ നമ്മൾ അനുഭവിക്കാൻ പറ്റും, കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പൊ പ്രൈസ് ഒരു ഗ്രൂപ്പ് 32:6 പറയുന്ന ഗ്രൂപ്പ് അവർ അധികാലത്ത് എഴുന്നേൽക്കുന്നു, ഹലുവ പ്രൈസിലോട് ഹലുവ ഹോമയാഗം കഴിക്കുന്നു, സമാധാനം കഴിക്കുന്നു, അല്ല ചർച്ചിൽ പോകുന്നു, രാവിലെ എണീക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരു ഏർലി മോർണിംഗ് ഡിവോഷൻ ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ഹലുവ പിന്നെ നമ്മള് സാക്രിഫൈസ് ആണ് അതെല്ലാം, പിന്നെ കുടുംബ പ്രാർത്ഥന ഉണ്ട്, സുശേഷ വേലയുണ്ട്, ഹലുവ ചർച്ച വരുന്നുണ്ട് എന്നിങ്ങനെ യാതൊരു കുറവുമില്ല. ആത്മീയ കാര്യങ്ങൾ ഒരു വിധത്തിൽ കുറവുമില്ല. ഹലുവ നമ്മൾ ദശാംശം കൊടുക്കുന്നു, ഓഫറിങ് കൊടുക്കുന്നു, എല്ലാ രീതിയും നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്നത് എല്ലാ നല്ല കാര്യങ്ങളാണ്. ഹലുവ പ്രൈസിലോട് യാതൊരു ഡിഫറൻസും ഇല്ല. പ്രൈസിലോട് ഹലുവ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, ഹലുവ പ്രൈസിലോട് ഇങ്ങനത്തെ അത് വന്ന് അവര് തിന്മാനും കുടിപ്പാനും കളിക്കുവാനും ഇരിക്കുന്ന ഗ്രൂപ്പ്. പ്രൈസിലോ ഹലുവ അവരുടെ എൻഡിങ് എന്താണെന്ന് പോൾ പ്രത്യേകം പറയുന്നുണ്ട്. അവര് മരുഭൂമിയിൽ പെട്ടുപോയെന്ന് പറയുന്നത്. ഹലുവ അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ ഈ എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മരുഭൂമി വെച്ച് പെട്ടുപോരുന്നുള്ള വചനമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹലുവ അപ്പോ നമ്മൾ എന്തൊക്കെയാണ് ദൈവത്തിന് മുമ്പിൽ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ അതുമൂലം നമ്മൾ സ്വർഗത്തിൽ പോകും, കർത്താവ് വരുമ്പോൾ നമ്മൾ കാണപ്പെടുന്നുള്ള ചിന്ത നമ്മളൊന്ന് മാറ്റി വെച്ചോളണം. പ്രൈസ് ലോർഡ്. ഹലുവ പ്രൈസ് ഹലുവ കാരണം ഇതൊക്കെ സംഭവം നടക്കുന്നതൊക്കെ എവിടെയാണ്? ചർച്ചിന്റെ ഉള്ളിലാണ്, വിശ്വാസത്തിനുള്ളിലാണ്. ഹലുവ അപ്പൊ കർത്താവ് നോക്കുന്നു, ഇതെല്ലാം പാളയത്തിലാണ് നടക്കുന്നത്. ഹലുവ പ്രൈസ് കർത്താവ് നോക്കി പറയുന്നത് ഇതെല്ലാം പാളയത്തിലാണ്, പുറത്തല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മധ്യ നിന്ന് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്റെ ഭാഗത്ത് എന്റെ സൈഡിൽ നിൽക്കുന്നവരാരാണ്? ഹലുവ എന്റെ സൈഡിൽ നിന്ന് വൈരാഗ്യത്തോട് നിൽക്കുന്നവരാരാണ്? ഹലുവ എന്റെ സൈഡിൽ നിന്ന് വൈരാഗ്യത്തോട് ദൈവത്തിന്റെ വേല ചെയ്യുന്നവരാരാണ്? പ്രൈസ് ലോർഡ്. ആരാണ് കർത്താവിന് വേണ്ടി വൈരാഗ്യത്തോട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നത്? പ്രൈസ് ലോർഡ്. ഹലുവ അതായത് കൂടുതൽ ആൾക്കാർ ഉള്ളത് കൊണ്ട് പ്രൈസ് ഹലുവ ആ സഭ കർത്താവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് ശരിയാകുന്നില്ല. പ്രൈസ് ലോർഡ്. ഹലുവ എല്ലാവരും ചെയ്യുന്നു, അതെല്ലാം ശരിയാകുന്നു പറയാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. ഹലുവ അതായത് സോതോമിൽ മൊത്തമായിട്ട് ടോട്ടലി ആ സോതോം ദേശം പാപത്തിലായിരുന്നു. എന്നാൽ അതിന് മധ്യത്തിൽ ഒരു ലോകത്തുനിന്ന് ഒരു വ്യക്തി പ്രത്യേകം മാറി നിൽപ്പുണ്ടായിരുന്നു. ഹലുവ അപ്പൊ നമ്മൾ ഈ ദേശത്താണെങ്കിലും നമ്മൾ ഈ ദേശത്തിനുള്ളിലാണെങ്കിലും നമ്മൾക്ക് പ്രത്യേക ഒരു മാറ്റമായ ഒരു ജീവിതം എപ്പോഴും ആവശ്യമുണ്ട്. ഹലുവ അത് മറന്നു പോരുത്. അപ്പൊ അതാണ് ഇന്ന് നമ്മുടെ മധ്യം നിന്നുകൊണ്ട് തന്നെ ദൈവം കർത്താവ് യേശുവിൽ ചോദിക്കുന്നത്, ഹലുവ എന്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ്, എന്റെ സൈഡിൽ നിൽക്കുന്നവരാണ്, എനിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, എനിക്ക് വേണ്ടി വൈരാഗ്യത്തോട് പ്രവർത്തിക്കാൻ ആരാ ഉള്ളത്? ഹലുവ അതായത് വൈരാഗ്യത്തിന് സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാരാണ്? സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ്? ഹലുവ പ്രൈസ് ഹലുവ അങ്ങനെ കർത്താവിന് വേണ്ടി വൈരാഗ്യത്തോട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനോടാണ് ഹലുവ ഇവിടെ അടുത്ത കാര്യങ്ങൾ പറയുന്നത്. ഹലുവ ഇപ്പൊ നമ്മളും അതുപോലെ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, കർത്താവിന് വേണ്ടി നിൽക്കാനാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധി കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഹലുവ സത്യത്തിന് വേണ്ടി വന്നു, അതൊക്കെ ശരിയാണ്, ഓക്കെയാണ്, വൈരാഗ്യത്തോടാണ് ഒക്കെ ഓക്കെയാണ്. നമ്മൾ എല്ലാം മാറ്റി, നമ്മൾ എല്ലാ ട്രഡീഷനും മാറ്റി, നമ്മൾ ലോകത്തിന് എല്ലാ കാര്യങ്ങളും എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് എല്ലാം മാറി നമ്മൾ ദൈവസന്നിധിയിൽ വൈരാഗ്യത്തോട് വന്ന് നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്നത് നമ്മളോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, ഹലുവ അതൊക്കെ ശരിയാണ്, ഹലുവ അതൊക്കെ നല്ലതാണ്, നിനക്ക് ഞാൻ ഹലുവ ജോലി ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിനക്ക് ചില കാര്യങ്ങൾ നീ അത് ചെയ്തിരിക്കണമെന്നാണ് മോശം അവിടെ പ്രത്യേകം പറയുന്നത്. അതായത് അതിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു, 32-27. 32-27. അവനവരോട് നിങ്ങൾ ഓരോരുത്തർ താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽത്തോറും കടന്ന് താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളയുവീൻ. ഹലുവ ഈ ഇവിടെ 3 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ഹലുവ ഞാൻ പറയും ഹലുവ ആദ്യത്തെ കാര്യമാണ് പറയുന്നത്, താന്താന്റെ വാൾ അരക്കി കെട്ടി. ഹലുവ അതായത് ആദ്യം പറഞ്ഞ കാര്യം, ഇങ്ങനെ വന്ന വൈരാഗ്യത്തോട് കടന്നു വന്ന ദൈവത്തിന് വേണ്ടി അതായത് എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിന് സെപ്പറേറ്റ് ആയത്, അതായത് വേർപാട് പാലിച്ച് മാറി വന്ന് ദൈവത്തിന് വൈരാഗ്യം നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് എന്ന് മോശസ് പ്രത്യേകം എടുത്തു പറയുന്നത്, നിങ്ങൾ അന്നേരം
അതിൽ ഒരു പ്രത്യേക 12 ഗ്രൂപ്പും 12 ട്രൈബ്സിന്ന് എല്ലാവരും വഷളായപ്പോ അന്നേരം ആരാണ് ദൈവത്തിന്റെ പക്ഷത്ത് എന്ന് പറഞ്ഞ് ഉടനെ ചാടി കയറി വന്ന ഒരു ഗ്രൂപ്പാണ് ലേവ്യർ ഗ്രൂപ്പ്. ഹലുവ ഞങ്ങൾ ഉണ്ടെന്ന് പ്രത്യേകം മാറി വന്നു. ആ മാറി വന്ന പ്രത്യേകം ഞങ്ങൾ ദൈവത്തിന്റെ പക്ഷം നിൽക്കാം, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി വൈരം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മാറി വന്ന ആ ലേവ്യരോട് മോശസ് പ്രത്യേകമായി പറയുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങൾ വന്നു, നല്ല കാര്യമാണ്, ഹലുവ അതിന് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ജോലി വേല തരുന്ന മുമ്പായിട്ട്, നിങ്ങൾ ഡ്യൂട്ടി ഏൽക്കുന്ന മുമ്പായി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മുടെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ആദ്യം നിങ്ങളുടെ പ്രൈസ് ഹലുവ വാൾ അരയ്ക്ക് കെട്ടിക്കൊള്ളുക. പ്രൈസ് ലോർഡ്. ഹലുവ അപ്പൊ പ്രൈസ് ഹലുവ ഈ വന്ന ലേവ്യർ പ്രൈസ് ഹലുവ അവർക്ക് ആദ്യം കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് പ്രൈസ് ഹലുവ. നമ്മൾ ഓരോ വേലയ്ക്കും ദൈവത്തിന് ലോകത്തിലെ ഓരോ വേലയ്ക്കും ആയാലും നമ്മൾക്ക് പ്രത്യേകം അവർ വിളിക്കുമ്പോൾ കടന്നു വരുമ്പോൾ ആദ്യം അവർ നേരിട്ട് അവർ ഡ്യൂട്ടി ഏൽപ്പിക്കത്തില്ല. അതിന് മുമ്പ് അവർ ട്രെയിനിങ് ഉണ്ട്, അവർ ക്ലാസ് ഉണ്ട്, അതിൽ അവർ പ്രിപ്പറേഷൻ ചെയ്യും. ഹലുവ അതേപോലെ തന്നെ പ്രൈസ് ഇവിടെ നമ്മൾ കടന്നു വന്നു. പ്രൈസ് ഹലുവ ആദ്യം പറഞ്ഞ ഡ്യൂട്ടിയാണ് നമ്മുടെ അരയ്ക്ക് വാൾ കെട്ടിക്കൊള്ളുക. പ്രൈസ് ഹലുവ അതായത് എഫെസസിന്റെ 6:14 അനുസരിച്ച് അരയ്ക്ക് സത്യം കെട്ടിക്കൊള്ളണം. പ്രൈസ് ലോർഡ്. ഹലുവ പ്രൈസ് കർത്താവ് നമ്മളെ വിശ്വസിച്ച് ഹലുവ ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ പ്രൈസ് ഹലുവ അതായത് ബാക്കിയുള്ള 11 ഗ്രൂപ്പുകാരും 11 ട്രൈബ്സും ദൈവത്തിന്റെ സന്നിധി ഭക്ഷണം നിന്നോട്ടിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് മാത്രം എണീച്ചെന്ന് ഞാൻ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കാം. പ്രൈസ് ഹലുവ അതായത് എപ്പോ ഈ അന്ത്യകാലത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ് നമ്മൾ. ആ ഗ്രൂപ്പിനെയാണ് ദൈവം പറയുന്നത് ഹലുവ ആദ്യം നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി ഹലുവ നമ്മുടെ അരയ്ക്ക് സത്യം കെട്ടിക്കൊള്ളുക. പ്രൈസ് ഹലുവ പ്രൈസ് ഹലുവ ഇപ്പോൾ നമ്മൾ പ്രൈസ് ഹലുവ ഹലുവ ഈ അരയ്ക്ക് സത്യം കെട്ടി ഹലുവ കർത്താവിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ ഹലുവ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഹലുവ പ്രൈസ് ഹലുവ ഈ വൈരാഗ്യത്തോടെ നിൽക്കുമ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. ഹലുവ നമുക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് പലർക്കും നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, അതൊക്കെ ശരിയാണ്. അതെല്ലാം സൈഡിൽ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനമാകുന്ന സത്യം നമ്മൾ അരക്കി കെട്ടിക്കൊള്ളു. ഹലുവ പ്രൈസ് ഹലുവ കാര്യം ഇത് നമ്മൾ വന്ന് തോറ്റു പോകുന്ന എവിടെയെന്ന് അറിയുമോ? നമ്മളിപ്പോ നമ്മുടെ ആ സ്റ്റൈലിൽ വന്ന് ദൈവത്തിന്റെ മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, റിവൈവലിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവം അത് അനുവദിക്കുന്നില്ല. ദൈവം പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾ എന്റെ വചനമാകുന്ന സത്യം നിങ്ങൾ അരയ്ക്ക് കെട്ടിക്കൊള്ളുക. പ്രൈസ് ലോർഡ്. ആ എക്സ്പീരിയൻസ് നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ ഫേസ് ചെയ്യേണ്ടത്. ഹലുവ അപ്പൊ ഈ ഗ്രൂപ്പ് വന്നു, അവരോട് പറയുന്നു പ്രൈസ് ഹലുവ പ്രൈസ് ഹലുവ അവരോട് പറയുന്നു നിങ്ങളൊന്ന് ഹലുവ എല്ലാരും വെട്ടി വീഴ്ത്തുക. വെട്ടി വീഴ്ത്തുക. വെട്ടത്തെ എല്ലാം വെട്ടി വീഴ്ത്തുക. പ്രൈസ് ഹലുവ പറഞ്ഞ ഉടനെ തന്നെ പ്രൈസ് ഹലുവ അവരന്ന് പ്രൈസ് ഹലുവ വെട്ടി വീഴ്ത്തുക. ഹലുവ അവരാദ്യം അവരാ സത്യത്തിൽ നിന്നെങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഹലുവ പ്രൈസ് കാരണം ആരെങ്കിലും സത്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഹലുവ പ്രൈസ് ഹലുവ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവസഭയിൽ കടന്നു നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലുള്ള സത്യമാണ് ഉള്ളിലുള്ളത്. ഹലുവ നമ്മള് ദൈവത്തിന്റെ വചനം കർത്താവിന്റെ സന്നിധി കർത്താവിന്റെ പക്കൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ സത്യം നമ്മളെ വളർത്തണം. സഭയിൽ നമ്മളെ സത്യം വളർത്തണം. ഹലുവ പ്രൈസ് ലോർഡ്. ഹലുവ ആ സത്യത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ആ സത്യം നിൽക്കാൻ പറ്റുള്ളൂ, ആ ട്രൂത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഹലുവ പ്രൈസ് ഹലുവ കാരണം നമ്മൾ അകത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് സത്യം കിട്ടിയത്. പുറമേ ഉള്ളവർക്ക് സത്യം അറിയത്തില്ല. അപ്പൊ നമ്മൾ അകത്ത് വന്നിട്ട് നമുക്ക് ആ സത്യത്തിന്റെ രീതി നമ്മൾ പ്രാപിച്ചെടുക്കണം. അപ്പൊ നമ്മൾ സത്യം അരയ്ക്ക് കെട്ടെങ്കിൽ മാത്രം നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മൾ ഈ സത്യം അറിയാത്ത പുറത്തുള്ളവരോട് സത്യം പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ സത്യമില്ല, നമ്മുടെ ഉള്ളിൽ സത്യത്തിന് ക്രിയ ചെയ്യുന്നില്ല, സത്യത്തിന് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല. ഹലുവ കാരണം പുറമേ ഉള്ളവരോട് പറയാനുള്ള ഡ്യൂട്ടി നമുക്ക് തന്നിരിക്കുന്നത്. അകത്ത് വന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പുറമെ നിങ്ങൾ ചെന്ന് ഈ സത്യം നിങ്ങൾ പുറത്തുള്ളവരോട് പറയുക. അപ്പൊ നമ്മൾ അകത്ത് വന്നിട്ട് നമ്മൾ ആ സത്യത്തെ നമ്മൾ ഗ്രഹിച്ചില്ലെങ്കിൽ, നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ, നമ്മൾ തേജസ്കരണം പ്രാപിച്ചില്ലെങ്കിൽ, നമ്മൾ സത്യത്തിൽ നേരത്തെ പറഞ്ഞു റോമൻസിന്റെ പ്രൈസ് ഹലുവ 8:29-30 അതിനകത്ത് ദൈവം നമ്മൾ മുൻ നിയമിച്ച് നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ ഹലുവ നീതീകരിച്ച് നമ്മളെ തേജസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ആ തേജസ്കരണം പ്രാപിച്ച അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ പൂർണ്ണമാവുകയുള്ളൂ. ആ പൂർണ്ണമായ അവസ്ഥയാണ് പുറമേ നിന്ന് ഈ സത്യം അറിയാത്തവരോട് നമ്മൾ ഈ ഓർഡറിൽ നമ്മൾ സത്യം പറയാൻ പറ്റുള്ളൂ.
ഹലുവ. നമ്മൾ അറിഞ്ഞു, നമ്മൾ ഒരു എക്സ്പീരിയൻസ് പ്രാപിച്ചു, നമ്മൾ അനുഭവം പ്രാപിച്ചു, അത് നമ്മൾ പുറമേ ഉള്ളത് പറഞ്ഞ് അവർ അങ്ങനെ ആ രീതിയിൽ ഇത് പ്രൊസീജിയർ ഉണ്ട് ഇന്ന്. ഹലുവ, പ്രൈസ് ഹലുവ. അപ്പോ നമ്മളെ പ്രൈസ് ഹലുവ, നമ്മുടെ അരയ്ക്ക് നമ്മൾ സത്യം പ്രൈസ് ഹലുവ കെട്ടിക്കഴിഞ്ഞു. പ്രൈസ് ഹലുവ, നമുക്ക് ലഭിക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ഡോക്ടറിൽ നമ്മൾ സ്ട്രോങ് ആകണം ആദ്യം. ഹലുവ, പ്രൈസ് ഹലുവ. ഹലുവ, എന്റെ മൈൻഡ് ദൈവത്തിന്റെ വചനം സ്ട്രോങ് ആകണം. കാരണം എന്റെ അകത്ത് വരുമ്പോഴാണ് ആ ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വാസത്തിലാണ് സ്ട്രോങ് ആക്കുന്നത്. ആ വിശ്വാസം സ്ട്രോങ് ആകുമ്പോൾ ശരീരം മുഴുവനും സ്ട്രോങ് ആകുന്നു. അങ്ങനെയാണ് പതുക്കെ പതുക്കെ നമ്മുടെ മൈൻഡും യേശു ക്രിസ്തുവിന്റെ മൈൻഡ് പോലെ ആകുന്നത്. നമ്മൾ ഉടനെ നമ്മൾ പതുക്കെ നമ്മൾ തേജസ്കരൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ട്രോങ് ഫുൾ ആകുമ്പോഴാണ് നമ്മൾ വായുന്ന ആ ദൈവത്തിന്റെ ഗോസ്പലും ദൈവത്തിന്റെ ആശ്വാസ വചനവും ദൈവത്തിന്റെ രോഗസൗഖ്യത്തിന്റെ വചനം എല്ലാം നമ്മൾ റിലീസ് ചെയ്യപ്പെടുന്നത്. ഹലുവ, നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുമ്പോഴാണ് വീക്കായ വ്യക്തിയോട് നമ്മൾ വചനത്തോട് സംസാരിക്കുന്നത്. കുഴപ്പമില്ല സഹോദര, കുഴപ്പമില്ല സഹോദരി, നിന്റെ രോഗത്തെ കർത്താവിന്റെ വചനപ്രകാരം ഇങ്ങനെ മാറ്റിത്തരുന്നത് നമുക്ക് പറയാൻ കഴിയുന്നത്. അന്നേരം അവിടെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അത് കൂടുതൽ സാക്ഷ്യപ്പെടേണ്ട ആവശ്യം വരത്തില്ല, കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആവശ്യം വരത്തില്ല, പിശാചിനെ ശാസിക്കുന്ന ആവശ്യം വരത്തില്ല. നമ്മുടെ ഹലുവ, നമ്മുടെ അകത്തുനിന്ന് പൊങ്ങുന്നതായ, അകത്തുനിന്ന് പുറത്തു വരുന്നതായ ആ തേജസ്സിന്റെ ആ ശബ്ദമാണ് അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ദൈവം അത് അങ്ങനെ ആ ഒരു അഭിഷേകത്തിന് പരിശുദ്ധാത്മ നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മൾ ആ വിശ്വാസത്തോടെ കർത്താവെ ഹലുവ വയസ്സിലെയാണ് ദൈവത്തിന്റെ ഈ വേലയെ ഇന്ന് ഈ അന്ത്യകാലത്ത് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നു. ആ സാക്രിഫൈസ് ചെയ്തു. പക്ഷെ നമ്മൾ ഓർഡറിൽ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. ഹലുവ. അപ്പൊ അടുത്തത് 32:27. അപ്പൊ അരയ്ക്ക് കച്ച കെട്ടിയ മാത്രം അരയ്ക്ക് കച്ച കെട്ടിയതുകൊണ്ട് മാത്രമായില്ല, അതിനോട് ചേർന്ന് ഹലുവ എന്ത് വേണം? വാളും കൂടെ അതിനോട് ചേർന്ന് വേണം. ഹലുവ, വാളും കൂടെ ചേർന്ന് വരണം. അപ്പൊ അതായത് എഫെസ്യർ 6:17 അനുസരിച്ച് വചനമാകുന്ന പരിശുദ്ധാത്മാവിന്റെ വാള്, ഹലുവ. നമ്മുടെ അരയുടെ സത്യം ഉണ്ട്. എന്നാൽ നമ്മുടെ പ്രൈസ് ഹലുവ, നമ്മുടെ വചനത്തിന് മൂർച്ച ഉണ്ടോ എന്നാണ്, ഇല്ലേ എന്നാണ് അടുത്തുള്ളത്. സത്യം ഉണ്ട്. നമുക്ക് അടുത്ത് വരുന്നത് നമ്മുടെ വാൾ കൂടി വേണം. പരിശുദ്ധാത്മാവ് വാള് നമ്മൾ കൂടെ വേണം. ഹലുവ, ആ വാളിന് മൂർച്ച ഉണ്ടോ ഇല്ലയോ എന്നാണ് നെക്സ്റ്റ് ഉള്ളത്. ഹലുവ, പ്രൈസ്. അതായത് നമ്മൾ സത്യത്തിൽ വളർന്ന ചർച്ചിലാണ് പ്രൈസ് ഹലുവ. നമുക്ക് പ്രൈസ് സത്യം ആരൊക്കെയുണ്ട്? പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്നിരിക്കുന്നു. ഹലുവ എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഹലുവ വചനത്തിൽ നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി, നമ്മൾ ഇരുഭാഗത്തുള്ള വാളായി സ്ട്രോങ് ആക്കാൻ വേണ്ടി. ഹലുവ, പ്രൈസ് ലോർഡ്. ഹലുവ അതായത് 32:27 അനുസരിച്ച് ഹലുവ എന്താ പറയുന്നത്? എവരി മാൻ ഈസ് ബ്രദർ, എവരി മാൻ ഈസ് കമ്പാനിയൻ, എവരി മാൻ ഈസ് നൈബർ. ഹലുവ എന്തിന്? വെട്ടുവാൻ. പ്രൈസ് ഹലുവ. എന്താണ് അതിന് അർത്ഥം പറയുന്നത്? ഹലുവ നമ്മളോട് പറയാണ്, നിന്റെ ഹലുവ സ്വന്തം താന്റെ സ്വന്തം ഹലുവ സഹോദരനെയും സ്വന്തം കമ്പാനിയനെയും സ്വന്തം അയൽക്കാരനെയും ഹലുവ വെട്ടുവാൻ പറയുന്നു. ഹലുവ അതായത് വചനം ഒരിക്കലും നമുക്ക് തന്നിരിക്കുന്നത് അത് മറ്റുള്ളവരുടെ സോപ്പിട്ട് ഓയിൽ പുരട്ടുന്ന രീതിയിൽ സംസാരിച്ചു പോകാനല്ല. ഹലുവ നമ്മുടെ വായിന്ന് വചനം മറ്റുള്ളവരെ വെട്ടിയിരിക്കണം. പ്രൈസ് ഹലുവ. അവരെ പണിതിരിക്കണം, അവരെ ഇടിച്ചിരിക്കണം. ഹലുവ നമ്മുടെ വചനം മറ്റുള്ളവർക്ക് പ്രൈസിലോട് മറ്റുള്ളവർക്ക് ഒരു ഓയിൽ രീതിയിലോ ഒരു സോപ്പ് രീതിയിലോ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പ്രൈസിലോ ഹലുവ മൂർച്ച ഉള്ളതായിരിക്കണം. ഹലുവ അതായത് കത്തി ഹലുവ 2 രീതിയാണ്. ഒന്ന് വെട്ടുന്ന കത്തി, ഒന്ന് മൂർച്ചയില്ലാത്ത കത്തി. പ്രൈസ് ഹലുവ. വചനമായ കത്തി ഹലുവ നമ്മുടെ ശരീരത്തെ നമ്മുടെ ശരീരത്തെയും പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കുന്നുണ്ട്. ഹലുവ, പ്രൈസ് ഹലുവ എങ്ങനെ വേർപെടുത്തുന്നു? പ്രൈസ് ലോർഡ്. ഹലുവ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഓപ്പറേഷന് ഡോക്ടർ ആ ഷാർപ്പുള്ള രണ്ട് സൈഡിലുള്ള ഷാർപ്പുള്ള ഹലുവ കത്തി കൊണ്ടാണ് അവരത് കീറി മുറിക്കുന്നത്. ഹലുവ, പ്രൈസ്. അതേ ഒരു ഷാർപ്നെസ് പ്രൈസ് അതേ ഒരു ഷാർപ്നെസ് നമ്മുടെ വചനത്തിൽ ഉണ്ടാവണം. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അതേ രീതിയിൽ നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലായിരിക്കണം. അതേ രീതിയിൽ പുറമെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ചിന്തിക്കും പ്രൈസ് ഹലുവ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന വർത്താനം പറഞ്ഞ വചനം നമ്മൾ വചനം ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹേർട്ട് ചെയ്യാൻ പരിശുദ്ധാത്മ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ സംസാരിക്കുകയുള്ളൂ. ദൈവഹിതപ്രകാരം നമ്മൾ മറ്റുള്ള ഇടപെടുകയുള്ളൂ. അതാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ
ആ ഒരു ദൗത്യത്തോട് ദൈവാത്മാവിന്റെ ഹിതത്തോട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ വചനത്തെ ഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മളിൽ നിന്ന് വെളി വരുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ആദ്യം നമ്മൾ സത്യം അറിയുമ്പോൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ചേഞ്ച് ആകും. നമ്മുടെ ഈ നാക്കും വായും ദൈവം ക്ലിയർ ചെയ്യും. ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മൾ ആ സത്യം അരയ്ക്ക് കെട്ടിക്കഴിയുമ്പോൾ ഉടനെ നമ്മുടെ ജീവിതത്തിൽ വന്ന കംപ്ലീറ്റ് ടോട്ടൽ ചേഞ്ച് ആണ്. നമ്മുടെ നാക്കിനെ ക്ലിയർ ചെയ്യും. നമ്മുടെ നാക്കിന് അൺവാണ്ടഡ് വേർഡ്സ് ഉപയോഗിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അൺവാണ്ടഡ് പ്രൈസ് അല്ലുവ കേഴ്സ് വേർഡ് നമ്മൾ പുറത്തു വരാൻ അനുവദിക്കില്ല. ടോട്ടലി നമ്മുടെ ഹൃദയത്തിൽ എന്താ സത്യം അറിഞ്ഞിരിക്കും. ടോട്ടലി ഒരു നേരത്തെ എങ്ങനെ അതിനെല്ലാം കംപ്ലീറ്റ് ചേഞ്ച് ആവും. ഓൺലി മാത്രം ദൈവത്തിന്റെ വചനം മാത്രം നമ്മുടെ വായിൽ നിന്ന് പുറത്തു വന്നിരിക്കും. അതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തേജസ്കരണം. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഹലുവ പ്രാപിക്കുന്ന ഒരു പ്രക്രിയ അല്ല തേജസ്കരണം എന്ന് പറഞ്ഞത്. എന്ന് ദൈവത്തെ വിശ്വസിച്ച് എന്ന് നമ്മൾ സത്യം തിരിച്ചറിഞ്ഞ് സഭയോട് ചേർന്ന് ആ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന വചനം നമ്മൾ കണ്ണുകൊണ്ടും ഹലോ ചെവി കൊണ്ടും ആ ഒരു പ്രക്രിയയിൽ അകത്തേക്ക് വന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മലിനതയും പുറത്തു പോവുകയുള്ളൂ. അല്ലാതെ നമ്മൾ ചെവി കൊണ്ട് കേട്ട് കണ്ണുകൊണ്ട് കാണാതിരിക്കുമ്പോൾ ഈ ക്രിയ നമ്മുടെ ഉള്ളിൽ നടക്കുന്നില്ല. പ്രൈസ് ലോർഡ്. ഹലുവ അപ്പോ പ്രൈസ് ഹലുവ നമ്മുടെ ഹലുവ കത്തി ഒന്ന് ഷാർപ്പ് ആണെങ്കിൽ വചനത്തിൽ നമ്മൾ സ്ട്രോങ് ആകണം. വചനത്തിന്റെ സത്യത്തിൽ സ്ട്രോങ് ആകണം. വചനത്തിൽ സത്യം നമ്മൾ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. ആ സത്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ അന്നേരമാണ് നമ്മുടെ കത്തി ഒന്ന് ഷാർപ്പ്, നമ്മുടെ വചനം ഷാർപ്പ് ആകുള്ളൂ, നമ്മുടെ വേർഡ് ഷാർപ്പ് ആകുള്ളൂ. ഹലുവ നമ്മുടെ നാവ് നേരത്തെ നമ്മുടെ വന്ന് മറ്റുള്ളവരെ ഭർഷിക്കാനും മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാനും മറ്റുള്ളവരെ വന്ന് ശപിക്കാനും മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിന്തകൾ മൊത്തം കംപ്ലീറ്റ് വചനത്തിലൂടെ ചേഞ്ച് ചെയ്തു. അത് നമ്മൾ ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ എപ്പോ വചനം കേൾക്കുമ്പോഴും നമ്മൾ ആ ഒരു ചെവി കൊണ്ടും ആ ഒരു കണ്ണുകൊണ്ടും വചനം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ടോട്ടലി നമ്മുടെ സ്വഭാവം ചേഞ്ച് ആയി, നമ്മുടെ വാക്കും ചേഞ്ച് ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഫലം എന്താണ്? നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കാണ് ഫലം. അപ്പൊ നമ്മൾ ആ വേർഡ് ഫലം നൽകിയില്ലെങ്കിൽ നമ്മുടെ സാൽവേഷനിലും നമ്മുടെ ട്രൂത്തിലും നമ്മൾ ശരിയായി വന്ന് നിൽക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന വേർഡ് ഷാർപ്പ് ഉണ്ടാവത്തില്ല, അത് ഒരാൾ വെട്ടുകയില്ല. പ്രൈസ് ഹല്ലേലൂയ. അപ്പൊ പ്രൈസ് ഹല്ലേലൂയ. അപ്പൊ നമ്മളല്ലേ ഇപ്പൊ ഈ വേർഡ് നമ്മൾ ഷാർപ്പ് ആവാനുള്ള കാരണം പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മൾ വന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ലാസ്റ്റ് ഇത് അധികം നീണ്ടുകൊണ്ട് പോകുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ആരുടെ പക്ഷത്തെന്ന് പ്രത്യേകം ഓർത്തോളണം. ഹലോ, ദൈവത്തിന്റെ പക്ഷത്താണ്. നമ്മൾ ദൈവത്തിന്റെ പക്ഷത്ത് കടന്നു വന്നെങ്കിൽ, ദൈവത്തിന്റെ വൈരാഗ്യം നിൽക്കുന്നെങ്കിൽ നമ്മൾ ചെറിയ പ്രക്രിയകൾ നടക്കണം. ഒന്നാമത്താണ് നമ്മൾ അരയ്ക്ക് സത്യം കെട്ടണം. ഹലോ. പിന്നെ ഷാർപ്പായ വാള് നമ്മളിൽ ഉണ്ടാവണം. ഹലോ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പം ഒരു ചിക്കൻ ബർഗർ നമ്മൾ കഴിക്കുന്നു. ഇപ്പൊ ഞാൻ ഒരു ചിക്കൻ ബർഗർ മേടിക്കും, ഞാൻ കഴിക്കുന്നു. ആ ചിക്കൻ ബർഗർ ഞാൻ എടുത്ത് വായിൽ വെച്ച് കഴിക്കുമ്പോൾ അകത്തേക്ക് ചെല്ലുന്നു. അന്നേരം ആമാശയിൽ ഉടനെ തന്നെ ആ സൈഡിൽ നിന്ന് എൻസൈംസ് വന്ന് ഹലോ ഞങ്ങൾ എൻസൈംസ് എന്ന് വിളിച്ചു പറയുന്നു. അപ്പൊ ഉടനെ ഞാൻ ചിക്കൻ ബർഗർ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എന്തെങ്കിലും വിഷയം പറഞ്ഞു. നെക്സ്റ്റ് ഞങ്ങളിപ്പോ നിന്നെ ചിക്കൻ ബർഗർ ഞങ്ങൾ ചേർന്ന് എൻസൈംസ് ചേർന്ന് ജോസിന് ആവശ്യമായ വിറ്റാമിൻസ് മിനറൽസ് എന്തൊക്കെ ആവശ്യമായതൊക്കെ ഞങ്ങൾ നിന്ന് എടുക്കാൻ പോകുന്നു. അന്ന് ചിക്കൻ ബർഗർ ഇല്ലല്ലോ, ഞാൻ ചിക്കൻ ബർഗറാണ്, ഞാൻ ഇതിനകത്ത് തന്നെ ചിക്കൻ ബർഗറായിട്ട് ജീവിച്ചോളാം, ലൈഫ് ലോങ് ചിക്കൻ ബർഗറായിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അന്ന് ഉടനെ തന്നെ ജോസ് വൊമിറ്റ് ചെയ്ത് പുറത്ത് കളയും. ഞാൻ കഴിക്കുന്ന ആഹാരം ചിക്കൻ ബർഗർ എന്തായാലും ഞാൻ കഴിക്കുന്ന ആഹാരം എന്റെ വയറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് ആവശ്യമായി ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അത് ദഹിച്ച് എനിക്ക് ആവശ്യം എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഉടനെ വൊമിറ്റ് ചെയ്ത് പുറത്ത് കളയും. ഈ സെയിം തന്നെ ഇന്ന് നമ്മൾ ദൈവസഭയിൽ കടന്നു വന്ന് ദൈവത്തിന്റെ വചനത്തെ ഗ്രഹിക്കുമ്പോൾ, ഇന്ന് അകത്ത് വന്നിരിക്കുമ്പോൾ ഇല്ല ഞാൻ ജോസ് തന്നെ, ഞാൻ ജോസായിട്ട് ഇരുന്നു കൊള്ളാം, എന്നെ ചെയ്യാൻ ഞാൻ ഒരു മാറ്റം ഉണ്ടാവത്തില്ല എന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മൾ വൊമിറ്റ് കഴിഞ്ഞ് പുറത്ത് കളഞ്ഞായി. പ്രൈസ് ലോർഡ്. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് തന്ന ദൗത്യമുണ്ട്. ആ ദൗത്യം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ചില കാര്യങ്ങൾ, ചില ക്രിയകളോട് നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സത്യം നമുക്ക് ആവശ്യമാണ്. ആ സത്യത്തിൽ നമ്മൾ നിൽക്കണം. ആ സത്യത്തിൽ നമ്മൾ
സ്ട്രോങ് ആക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത ആ വചനത്തിന്, നമ്മുടെ വചനത്തിന് ഒരു ഷാർപ്നെസ് ഉണ്ടാവുള്ളൂ. ഹലുവ ഈ പൽക്കാലം ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യുന്ന പ്രത്യേകിച്ച് സുനിൽ പാസ്റ്റർ ടീമിനോട് ഞാൻ ദൈവത്തെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. വൈഫ് ജെസ്സിയാണ്, മകൻ ജരിമയാണ്, അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവത്തിന്റെ വേലയുമായി ദേശം നിൽക്കുമ്പോൾ, ജോലി സംബന്ധം നിൽക്കുമ്പോഴും സമയം കുറവാണെങ്കിൽ തന്നെ ദൈവത്തിന്റെ വേലയിൽ സുഷ്കാന്തിയോടെ നിൽക്കാൻ ദൈവം സഹായിക്കുന്നു. 2 സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു കൊള്ളുക. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസൻ നമ്മൾ വളരെ ആനുകാലികമായ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണല്ലോ പറഞ്ഞത്. ഇന്ന് സഭയിൽ ഇസ്രായേൽ മക്കളെ എല്ലാവരും ദൈവമക്കളാണ് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അവിടെ തന്നെ 2 വിഭാഗം ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ സഭയിൽ ഇത് തന്നെയാണ്. രണ്ടോ അതിൽ കൂടുതൽ വിഭാഗങ്ങളോ ഉള്ളവരാണ്. അതായത് ആദ്യത്തെ ജനം എന്തുവാ, കഴിക്കുക, കുടിക്കുക, കളിക്കുക, ജീവിതം സുഖിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുക, എല്ലാവരും എന്തൊക്കെയാണ് നമ്മൾ അത് കാണുന്നുണ്ടല്ലോ. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ, അതുപോലെ തന്നെ കിട്ടുന്ന പണമെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് യഹോവയുടെ പക്ഷത്തുള്ളവർ, യഥാർത്ഥമായിട്ട് ദൈവഭാഗത്ത് ഉള്ളവർ, അങ്ങനെ ദൈവികമായിട്ടുള്ള ആ കൽപ്പനകൾ പാലിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുന്നവർ. പിന്നെ ഞാൻ കാണുന്ന 3ാമതൊരു ഭാഗം കൂടെ നമ്മുടെ സഭയിൽ കാണും. കുറച്ചൊക്കെ ദൈവഹിതം ചെയ്യുകയും കുറച്ചൊക്കെ സൂഹിക്കുകയും, 2ഉം വേണം, 2ഉം കളയണ്ട എന്നുള്ള രീതിയിൽ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന പോലെ ലുക്കുവ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, അങ്ങനെയുള്ളവർ ധാരാളം ഉണ്ടല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിതത്തെ യഥാർത്ഥമായിട്ട് ദൈവഭാഗത്തുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. തേജസ്കരണം പ്രാപിക്കും. കർത്താരദാസൻ പറഞ്ഞാൽ നമ്മൾ ഞാൻ 1-2 വാചകങ്ങളൂടെ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ ലാൽ വി ജോസഫ് പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പാസ്റ്റർ ലാൽ വി ജോസഫ് പ്രാർത്ഥിച്ച് ജോബിൻ പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കുന്നതാണ്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് തേജസ്കരണമൊക്കെ പ്രാപിക്കുന്നത് നമ്മൾ മരിച്ച് കർത്താവ് 2ാമത് വരുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ തേജസ്കരണം നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുകയും തേജസ്കരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നമ്മൾ ആ വചനത്തിൽ വസിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ആ ദൈവവചനം നമ്മിൽ വസിക്കുമ്പോൾ, ദൈവവചനം നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ, അത് ലോകത്തിന് മുമ്പാകെ നമ്മളിലൂടെ ദൈവം മഹത്വപ്പെടുത്തുന്നു, നമ്മൾ തേജസ്കരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ദൈവവചനത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, പൂർണ്ണമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ചെലവായി പോകുവാൻ, സുവിശേഷത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ചെലവായി പോകുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. തനിക്ക് വേറെ ജോലിയൊക്കെ ഉണ്ടെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി തന്നാൽ ആവോളം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നല്ലോ. കുടുംബമായിട്ട് കർത്താവ് അവരെ ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം, നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഇവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.